ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റീബുക്ക് എഡ്യൂക്കേഷൻ SSLC. വെൽക്കം ബാക്ക് ടു ന്യൂ ഇംഗ്ലീഷ് ക്ലാസ്. എല്ലാ മക്കൾക്കും നമ്മുടെ റീബുക്ക് എഡ്യൂക്കേഷൻ്റെ ഒരു പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും പെട്ടെന്ന് വരിക. നമ്മൾ പൊളിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഇൻ ദ ആറ്റിക്. ഇൻട്രോ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു നിർത്താട്ടാ. എന്തായി, സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷ തുടങ്ങുകയാണ്. നമ്മുടെ പരീക്ഷ 17-ാം തീയതിയാണ്. പ്രശ്നമില്ല, ഇതൊരു റിവിഷൻ പോലെ കണ്ടാൽ മതി. നമ്മളെടുക്കാൻ കുറച്ച് വൈകിപ്പോയെന്നുള്ളൂ. ഓക്കെ, അത് നിങ്ങളുടെ കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് കുറേ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ മാത്രം ഇങ്ങനെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്യും, പേടിക്കണ്ട. ഓക്കെ അല്ലേ? എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഇൻ ദ ആറ്റിക്, തട്ടിൻപുറത്ത്. തട്ടിൻപുറത്ത് എന്ന് പറഞ്ഞാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. എഴുതിയത് വാറ്റ് സ്പിൽമാൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഓക്കെ, സ്ട്രീം എന്നാണ് പിക്ചറിൻ്റെ പേര്. ഓക്കെ, എന്നാൽ അവിടെ രണ്ടും ചോദ്യം കൂടി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കാൻ പോകണം. ഓക്കെ, വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? എന്താണ് ആ പിക്ചറിൽ നിങ്ങൾ കാണുന്നത്? ഇൻ ദ പിക്ചർ I see a person standing on bridge. നമ്മൾ ആ ഒരു പിക്ചറിൽ ഒരാൾ നമ്മുടെ ഒരു ബ്രിഡ്ജിൻ്റെ പുറത്ത്, അഥവാ ഒരു പേഴ്സൺ ബ്രിഡ്ജിൻ്റെ പുറത്ത് നിൽക്കുക, അഥവാ ഒരു പാലത്തിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. വിത്ത് എ ഷോക്ക്ഡ് എക്സ്പ്രഷൻ ആർ ദയർ. അത് പുള്ളിക്കാരൻ എന്താണ്, ഒരു ഷോക്കായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് അത്. He closing her ears and strain. പുള്ളിക്കാരൻ തൻ്റെ മുഖത്ത് ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട്, അഥവാ തൻ്റെ ചെവിയൊക്കെ മൂടി പിടിച്ചിട്ടാണ് എന്ത് ഇരിക്കുന്നത്. ദ സ്കൈ വാസ് ഗ്ലീ ആൻഡ് ഇൻസെൻറ്റ് റെഡ്, ഓറഞ്ച്, യെല്ലോ കളേഴ്സ്. അഥവാ സ്കൈ റെഡ്, ഓറഞ്ച്, യെല്ലോ കളറിലേക്ക് സ്ട്രീം ചെയ്തിരിക്കുകയാണ്. ബിഹൈൻഡ് ദ പേഴ്സൺ two ഷാഡോലി ഫിഗർ ആർ വാക്കിംഗ്. ഇവരുടെ പുറകിലായിട്ട് രണ്ടുപേരെ കാണിച്ചിട്ടുണ്ട്. അവരൊരു ഷാഡോ ലുക്കിലാണ്, അഥവാ കുറച്ച് അഥവാ ഷാഡോ ഇല്ലേ, അതേപോലെ അങ്ങോട്ട് പുറകിലേക്ക് നടന്നു പോവുകയാണ് നമ്മൾ. ഇതെന്താണ്, ഒരു ഡീപ്പ് ഡാർക്ക് ലാൻഡ്സ്കേപ്പ് വിത്ത് വാട്ടർ ആൻഡ് ഹിൽസ്. പിന്നെ ഉള്ളത് അവിടെ ഒരു ഡീപ്പ് ഡാർക്ക് ആയിട്ടുള്ള എന്താണ്, വാട്ടറും ഹിൽസും. ഇത്രയാണ് നമ്മൾ ആ ഒരു പിക്ചറിൽ കാണുന്നത്. അപ്പം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത്, വാട്ട് ഡു യു ഫീൽ വെൻ ലുക്ക് അറ്റ് ദിസ് പിക്ചർ? നിങ്ങൾക്ക് ആ പിക്ചർ കണ്ടിട്ട് എന്താ തോന്നണം? ഈ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വേഗം പറയാം, കമൻ്റ് ഇടും പെട്ടെന്ന്. നമ്മുടെ ലൈവ് ചാറ്റൊക്കെ വെറുതെ ഇരിക്കല്ലേ, ലൈവ് ചാറ്റിൽ കമൻ്റ് ഇടും, പെട്ടെന്ന് ഇടും. ഓക്കെ 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 നമ്മൾ 8 മണിക്കല്ലേ തുടങ്ങി. കാരണം നിങ്ങൾക്ക് നമ്മൾ 8 മണിക്കെന്തുകൊണ്ടാണ് തുടങ്ങി? കാരണം നിങ്ങൾക്ക് നേരത്തെ ഒരു ടൈം ടേബിളിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നല്ലേ. പ്രശ്നമില്ല, അങ്ങനെ പോക്കും. ഓക്കെ, അപ്പോൾ വെൻ ഐ ലുക്ക് ദിസ് പിക്ചർ ഐ ഫീൽ സെൻസ് ഓഫ് വ്യൂറി ആൻഡ് സാഡ്നെസ്. എനിക്ക് ഈ പിക്ചർ കണ്ടിട്ട് കുറച്ച് വേർനെസ്സും കുറച്ച് സാഡ്നെസ്സൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് സാഡ്നെസ്സൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ പിക്ചർ കണ്ടിട്ട്. ഈ പിക്ചർ
പിക്ചറിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്തെല്ലാമായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നത് ദ പേഴ്സൺ ഇൻ ദ പിക്ചർ മീൻ സംതിങ് ട്രബിൾ ഓർ ഹി വാസ് ഓവർ ഈറ്റിംഗ് ഇറ്റ് ഇമോഷൻ, അഥവാ പുള്ളിക്കാരൻ്റെ ഇമോഷൻസ് കുറച്ചുകൂടി ഓവർ റേറ്റഡ് ആക്കാൻ വേണ്ടി തൻ്റെ ഓവർ റേറ്റഡ് ആയിട്ടാണ് പുള്ളിക്കാരൻ കുറച്ചുകൂടി ഇതായത്. അല്ലെങ്കിൽ പുള്ളിക്കാരൻ എന്തായിരിക്കും ട്രബിൾസ്, കുറച്ച് പ്രശ്നങ്ങളുണ്ടാവാം. ഓക്കെ, ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനായിരിക്കും ഈ ഒരു എക്സ്പ്രഷൻ ഇടുന്നത്, അഥവാ ആ ഇമോഷനാണ്, അഥവാ അതിലെ ആ ഒരു എക്സ്പ്രഷൻ, ആ ഒരു എക്സ്പ്രഷനാണ് നമുക്ക് വേണ്ടത്. ഒരു എക്സ്പ്രഷനെയാണ് ദുരൂഹതകളുള്ളത്. എന്നാൽ അടുത്ത് അപ്പോൾ ഇത് തോന്നിയല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നത് ദ കളേഴ്സ് ആൻഡ് വേർബ്സ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് കൺഫ്യൂസ്. യു ഫീൽ ഇഫ് ദ വേൾഡ് ഈസ് സ്പിന്നിങ് ഔട്ട് ഓഫ് കൺട്രോൾ. അഥവാ പിന്നെ എനിക്ക് തോന്നുന്നത് ഈ പുറകിലുള്ള കളേഴ്സൊക്കെ ഉണ്ടല്ലോ, ഈ പുറകിലുള്ള കളേഴ്സ് എന്ത് ചെയ്താണ് ഒരു വേവ് പോലെയാണ് പോകുന്നത്. അപ്പം നമുക്കവിടെ എന്ത് ചെയ്തു, എനിക്കവിടെ എന്തായി, എനിക്കവിടെ ഒരു കൺഫ്യൂഷനായി. പിന്നെ എനിക്ക് തോന്നിയത് ഈ വേൾഡ് നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ ഉള്ളാതെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഥവാ നമ്മുടെ തോന്നില്ല ഭൂമി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നിൽക്കണ പോലെയാണ്. അഥവാ ഇപ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ വട്ടം കറങ്ങി, അപ്പോൾ നമ്മുടെ തല കറങ്ങില്ലേ, അപ്പോൾ ഭൂമി ഇങ്ങനെ കറങ്ങണ പോലെ നമുക്ക് തോന്നില്ലേ, അതാണ് ഇത്. മനസ്സിലായില്ലേ? ഓക്കെ, എന്നാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു. എന്നാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്ക്രീം കോസ് ഫിയർ ആൻഡ് ഡെസ്പെയർ. വാട്ട് യു തിങ്ക്? എന്താണ് നിങ്ങൾ ആലോചിച്ചത്? I think stream is caused by understand fear. Okay, understand fear. Yes, അവർ ഫിയറിലുണ്ട്. The person seem to react something that I cannot control. അപ്പോൾ ഞാനെന്തോ റിയാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതെന്താണ്, അത് അയാളുടെ കൺട്രോളിലല്ല. If he could born fear and deep feeling inside on mind anywhere, he is panic. അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ എന്താവുകയാണ്, പാനിക്കാവുകയാണ്. അതാണ് നമുക്ക് ഈ ഇതിൽ കാണാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കാണാൻ പറ്റുള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ടിക്കറ്റ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ സബ്ജക്റ്റ് ഓഫ് painting where the snake, what do you see and he say? I feel like a falling part. ഞാൻ വിചാരിക്കുന്നത് ഇയാൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ നോ വൺ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ഗോയിങ് ത്രൂ. നമുക്കൊന്നും മനസ്സിലാവില്ല ഇവരെങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ പേര് ഓർത്ത് വെച്ചിരിക്കുക. ചിത്രത്തിൻ്റെ പേര് സ്ട്രീം എന്നാണ്. ദ സ്ക്രീം. അടുത്തത് എഡ്വാർഡ് മഞ്ച്. അയ്യോടാൻ പറഞ്ഞു, എന്നിടാൻ പറഞ്ഞേ, എന്നെ സാർ കാണിക്കണേ അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് വേറെ സാറാണ്. സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ എടുക്കുന്നത് അതേപോലെ തന്നെ ആവണമെന്നില്ല, എന്നാലും ഞാൻ അതേപോലെയൊക്കെ ആവാൻ ശ്രമിക്കും. നമുക്ക് എപ്പോഴും പറ്റില്ലല്ലോ അങ്ങനെ ഒരാളാവാൻ. എന്നാൽ അവിടെ നമുക്ക് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് വായിച്ചു നോക്കണം, കാരണം പരീക്ഷയ്ക്കൊക്കെ ചിലപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു പാരഗ്രാഫ് വന്നിട്ട് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അഥവാ പാരഗ്രാഫ് തന്നിട്ട് നമുക്ക് മോഡൽ ക്വസ്റ്റ്യനായിട്ട് തരാം. അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCQ ക്വസ്റ്റ്യൻ, MCQ അഥവാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ.
ഹ്യൂമൻ every human begin to free and live dignity. എല്ലാ മനുഷ്യർക്കും മഹത്വത്തോടും മാനതയോടും സ്വാതന്ത്ര്യത്തോടും ജീവിക്കാനുള്ള അർഹതയുണ്ട് ഇല്ലേ? These are universal human rights, but world living in millions of people denied basic rights. എന്താണ് ഇവയൊക്കെ ഇതൊക്കെ മനുഷ്യൻ്റെ അവകാശങ്ങളാണ്. പക്ഷേ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ അടിസ്ഥാന അവകാശങ്ങൾ പോലും എന്ത് ചെയ്യുന്നു? നിരോധിക്കപ്പെടുന്നു. ഇതുപോലും നിരോധിക്കപ്പെടുന്നു. ഇത് ഞാൻ മലയാളത്തിൽ പറഞ്ഞത് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയാം. അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഉള്ള ഒരു അവകാശമാണ്. അഥവാ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നടക്കണം, നമുക്ക് ഡ്രസ്സിട്ട് നടക്കണം, അഥവാ നമുക്ക് ഇന്ന ഡ്രസ്സിട്ട് നടക്കാം, അതിട്ട് നടക്കാം, ഇതിട്ട് നടക്കാം, ഇതൊക്കെ നമ്മുടെ അവകാശമാണ്. പക്ഷേ ഇതൊന്നും ലഭിക്കാത്ത കുറേ ആളുകൾക്ക് ഇതൊക്കെ നിരോധിച്ചിരിക്കുന്ന ഡിനൈഡഡ് ഇവിടെ എഴുതാൻ സ്ഥലമല്ല, ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടിരുന്ന നിരോധിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഒരു ഫസ്റ്റത്തെ ആ ഒരു ഇത് മനസ്സിലായോ? ഫസ്റ്റത്തെ ആ ഒരു പാരഗ്രാഫ്. അടുത്തേക്ക് വാട്ട് ഇസ് മാൻ സ്പിൽമാൻ? എ പിയാനിസ്റ്റ് കമ്പോസർ വാസ് പോളിഷ് ജൂ. എന്താണ് വാട്ട് ഇസ് മാൻ സ്പിൽമാൻ? ഒരു പിയാനിസ്റ്റ് ആയിരുന്നു, ഒരു കമ്പോസർ ആയിരുന്നു, പിന്നെ ഇയാളൊരു ജൂയിഷ് പേഴ്സണാലിറ്റി ആയിരുന്നു. ജൂ മീൻസ് ജൂതൻ. ഓക്കെ, ജൂതന്മാരില്ലേ, അവരെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഹി ഫോൾസ്ഡ് എ ലൈഫ് ഓഫ് ജിയോ, അതാ സ്ഥലത്തിൻ്റെ പേരാണ്. ഈ ഡിസ്മൽസ് പ്ലേസ് മീൻ ദ ജൂഷ് അലോങ് ഡ്യൂറിങ് ദ സെക്കൻഡ് വാർ. അഥവാ ഒരു സംഗീത സംവിധായകനും ഒരു പിയാനിസ്റ്റും ആയിരുന്ന വാഡിസ്മാൻ സ്പിൽമാൻ ഒരു ജൂതനുമായിരുന്നു. ഓക്കെ, ഒരു ജൂതനായിരുന്നു. അപ്പോൾ രണ്ടാം മഹായുദ്ധം അറിയില്ലേ? സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിന് WW222 അങ്ങനെയാണ്. വേൾഡ് വാർ 22 അങ്ങനെയാണ് പറയുന്നത്, സെക്കൻഡ് വേൾഡ് വാറിന്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം കാലത്ത് വളരെ മോശമായ ദാരിദ്ര്യമായ ജൂതന്മാർക്ക് മാത്രം താമസിക്കാനുള്ള ഒരു സ്ഥലത്ത് താമസിക്കാൻ അദ്ദേഹം നിർബന്ധിക്കപ്പെട്ടു. മനസ്സിലായോ? അഥവാ ജൂതന്മാർ മാത്രം താമസിക്കുന്ന അവിടെ പുള്ളിക്കാരൻ നിൽക്കണമെന്ന്, അഥവാ അവിടെ താമസിക്കണമെന്ന് ആര് പറഞ്ഞു? അവർ നിർബന്ധിക്കപ്പെട്ടു. അഥവാ അവർ പറയാണ്, അഥവാ നിങ്ങൾ ഇനി എവിടെ താമസിച്ചാൽ നിങ്ങളുടെ ജീവിതം. ഓക്കെ, മോസ്റ്റ് ജൂസ് വേർ ദ സെൻഡ് concentrated camps where they to gas chambers and killed masses. എന്താണ് ഏറെക്കുറെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജൂതന്മാരെയും കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മാറ്റുകയും അവിടെ അവർക്ക് വളരെ ക്രൂരമായ പീഡനങ്ങളും പിന്നെ ഗ്യാസ് ചേമ്പറിലേക്ക് മാറ്റപ്പെടുത്ത് അവരെ കൊല്ലുകയും ചെയ്തു. ലെറ്റ്സ് റീഡ് സ്റ്റോറി ഓഫ് സ്പിൽമാൻ ഡിസ്പൈറ്റ് സ്ട്രഗിൾ ഓഫ് സ്റ്റേ ഡ്യൂറിങ് ദ വാർ. എന്താണ് ജീവിക്കാൻ വേണ്ടി യുദ്ധകാലത്ത് സ്പിൽമാൻ നടത്തിയ വിഷമകരമായ പോരാട്ടത്തിൻ്റെ കഥയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇത് മനസ്സിലായോ? ഈ ഒരു കാര്യം ഞാൻ ഒന്നുകൂടി നമ്മൾ നേരത്തെ പറഞ്ഞ ഷോർട്ടാക്കി. അഥവാ പണ്ടുള്ള
ജൂതന്മാർ അഥവാ നമ്മൾ വേൾഡ് വാർ 2 നടന്ന സമയത്ത് ജൂതന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹിറ്റ്ലർ പോലത്തെ ആൾക്കാർ അഥവാ ജർമ്മനി പോലത്തെ ആൾക്കാർ എന്ത് ചെയ്തു, അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നു. അത് നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിക്കണതാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഹിറ്റ്ലറിനെ കുറിച്ച്, നമ്മൾ ഇതിൽ പഠിക്കാനില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് ഇവരെ ഈ ജൂതന്മാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റുകയാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു ക്യാമ്പിലേക്ക് മാറ്റി അവിടെ വെച്ച് കുറേ പീഡനങ്ങളും അവിടെ ഗ്യാസ് ക്യാമറയിലിട്ട് അവരെ കൊല്ലുകയും ചെയ്തു. അപ്പോൾ ഈ സ്പിൽമാൻ ജീവിച്ച് ആ ഒരു സമയത്ത് എങ്ങനെ ജീവിച്ചു, അവരെങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു കഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. അത് നമ്മൾ ഓതറിനെ കുറിച്ച് അറിയണം. വാഡിസ് മാൻ സ്പിൽമാൻ, ഇത് ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, വാഡിസ് സ്പിൽമാൻ. ഓക്കെ, 1911 തൊട്ട് 2000 മരിച്ചത്. ഓക്കെ, എന്താണ് 1911 തൊട്ട് 2000 പുള്ളിക്കാരൻ ജീവിച്ചിരുന്നത്. 2000 വരെയാണ് പുള്ളിക്കാരൻ ജീവിച്ചിരുന്നത്. Vadim Spilman was a Polish pianist, classical composer. He memorized the pianist was publishing 1946. അഥവാ 1946. ഇങ്ങനെയും പറയാം അങ്ങനെയും പറയാം. 1946. The book was updated a film Roman Polit in 2002. Spilman composed over 500 works, included piano pieces, songs and film scores. ഓക്കെ മക്കളെ, ഇതിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. സ്പിൽമാൻ ജീവിച്ചിരുന്നത് 1911 മുതൽ 2000 വരെയാണ് പുള്ളിക്കാരൻ ജീവിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ദ പിയാനിസ്റ്റ് എന്ന് പറഞ്ഞ ബുക്ക് ഇറങ്ങിയത് 1946. 1946 എന്ത് ദ പിയാനിസ്റ്റ് എന്ന് പറഞ്ഞ ബുക്ക് ഇറങ്ങുന്നു. അതിനുശേഷം 2002 അതിനെ സിനിമയാക്കി പ്രസിദ്ധീകരിച്ചു. ഈ ഒരു 3 ടൈപ്പ് ഡേറ്റും ഓർത്ത് വെച്ചിരിക്കുക. ബുക്ക് ഇറങ്ങിയത് 1946, 2002 അതൊരു സിനിമയാക്കി പ്രസിദ്ധീകരിച്ചു. പുള്ളിക്കാരൻ ജീവിച്ചിരുന്നത് 1911 തൊട്ട് 2000 വരെയാണ്. എന്നാൽ നമ്മൾ അതിനെ ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യം ഒന്ന് പഠിക്കാനുണ്ട്. കുറച്ച് കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഞാൻ വായിച്ചു പോവാം, ഒന്ന് കേട്ടിരുന്നാൽ മതി. ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചാപ്റ്റർ ദിസ് ഡ്യൂറിങ് സെറ്റിംഗ് വേൾഡ് വാർ 2. ഇതിൻ്റെ ഒരു സെറ്റിംഗ് വേൾഡ് വാർ 2 ആണ്. ദ പസഫിക് ഇൻ വാർസോ, ഒരു പുള്ളിക്കാരൻ ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ് പോളണ്ടിലെ വാർസോ എന്ന് പറഞ്ഞ സ്ഥലം. ആഫ്റ്റർ വാർസോ 1944 ദ സിറ്റി വാസ് മോസ്റ്റ്ലി ഡിസ്ട്രോയിഡ് ഇൻ നാസി ആൻഡ് ഇഫ് ദ റിമൈനിങ് ജ്യൂസ് ഹണ്ടിങ് ഡൗൺ ദ റിമൈനിങ് ജ്യൂസ്. അപ്പോൾ അന്നത്തെ കാലത്ത് 1944 ആ ഒരു നാട് എന്ത് ചെയ്തു, ഡിസ്ട്രോയഡായി. അതിനുശേഷം കുറേ ആൾക്കാർ ഈ റിമൈനിങ് ജ്യൂസിനെ അഥവാ ബാക്കി വന്ന ജ്യൂസിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോഴാണ് ശ്രദ്ധിക്കുക, വാഡിസ് മാൻ സ്പിൽമാനെ ജൂസ് പിയാനിസ്റ്റ്, പുള്ളിക്കാരൻ ഒരു ജൂതനാണ് പക്ഷെ പിയാനിസ്റ്റാണ്. ഹി വാസ് ഹൈഡിങ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ എസ്കേപ്പിംഗ് സ്കിൽ. പുള്ളിക്കാരൻ എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഓടുന്നതാണ് നമ്മൾ ഈ ഒരു കഥയിൽ. ദ സ്റ്റോറി ഡിസ്ക്രൈബ് ഹൗ ടു ജർമ്മൻ ഓഫീസർ വിൽഹം ഹോഫ്വേഡ്.
ഓക്കെ, പുള്ളിക്കാരൻ്റെ ഒരു പേരാണ്, അതൊന്നും ഓർത്ത് വെച്ചിരിക്കാൻ ആവശ്യമില്ല. എന്നാലും പുള്ളിക്കാരനെ എപ്പോഴും ജർമ്മൻ ഓഫീസറിനെ പറയുള്ളൂ. ഹിം ബട്ട് ജൂസ് ഹെൽപ്പ് ആൻഡ് ഇൻസ്റ്റന്റ് ഹാം ഹിം. അഥവാ പുള്ളിക്കാരൻ ഈ ഒരു സ്പിൽമാനെ എന്ത് ചെയ്തു, എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്തു പുള്ളിക്കാരന്. ഓക്കെ, ദിസ് ചാപ്റ്റർ റിഫ്ലക്ട് ഹൊറർ ഓഫ് വേൾഡ്. അതിൻ്റെ വാറിൻ്റെ ഒരു ഹൊറർനെസ്സാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ആൻഡ് ഓൾസോ ഹൈലൈറ്റ് ദ കൈൻഡ്നെസ് ഓഫ് ജർമ്മൻ ഓഫ് സോൾജർ ഡ്യൂറിങ് ദിസ് പീരീഡ് ആൻഡ് ഗ്രേറ്റ് സ്കൂൾ. അതപ്പോൾ ഈ ഒരു പീരീഡിൽ തൻ്റെ ജർമ്മൻ ഓഫീസർ ഈ ഒരു നമ്മുടെ സ്പിൽമാനെ രക്ഷിക്കാനുള്ള ഒരു കൈൻഡ്നെസ് കാണിച്ചു. അതും കൂടിയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്താണ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇൻ ദ ആറ്റിക്, തട്ടിൻ പുറത്ത്. തട്ടിൻ പുറത്ത് കുറച്ചുകൂടെ ചെറുതാക്കി എഴുതാണ്. തട്ടിൻ പുറത്ത്. ഓക്കെ, തട്ടിൻപുറത്ത് എഴുതിയത് വാരിസ്മാൻ സ്പിൽമാൻ. എന്നാൽ നമ്മൾ വായിച്ചു തുടങ്ങാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, I tumbed on the chair, the ladder floor. I was something time to damned difficult. Do what you like me. I do not move from here. സംഭരണമുറിയുടെ അടുത്തുള്ള കസാരയിൽ തളർന്നു ഞാനിരുന്നു. അല്പസമയം മുമ്പാണ് ഞാൻ വിക്കി കഷ്ടപ്പെട്ടത്. വിക്കി ഇടമെന്ന് പറഞ്ഞാൽ വിക്കി കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞത്. എന്താണ് ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് അനങ്ങാൻ പോകുന്നില്ല. ഓക്കെ, അത് നമുക്കൊരിത് വായിക്കാം. അതിനുശേഷം അതിൻ്റെ മലയാളത്തിൻ്റെ ഇത് പറയാം. I was not doing anything to you, the officer said. എനിക്ക് താങ്കളെ ഒന്നും ചെയ്യണമെന്ന് എനിക്കൊരു ഉദ്ദേശമില്ല. ഓഫീസർ പറയണേ, നിന്നെ ഒന്നും ചെയ്യണമെന്ന് എനിക്കൊരു ഉദ്ദേശമില്ല. ഓക്കെ, ഇത് പറയാണ്. അപ്പോൾ then he asked, what do you do living? അപ്പോൾ ആ ഓഫീസർ ഒന്നും കൂടി ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്? I am a pianist. എന്താണ്? ഞാനൊരു പിയാനോ വായിക്കുന്നതാണ്. He looked more closely and the hands the door other room. An idea stream. I was struck. എന്താണ്? അല്പസമയം കൂടി സൂക്ഷിച്ച് എന്നെ നോക്കി. പിന്നീട് അദ്ദേഹത്തിൻ്റെ നോട്ടം തൊട്ടടുത്തുള്ള മുറിയുടെ വാതിലിലേക്കായിരുന്നു. എന്താണ്? തൊട്ടടുത്തുള്ള മുറിയിലെ വാതിലിലേക്കായിരുന്നു. എന്തോ ഒരു സംശയം തോന്നി. എന്തായിരുന്നു? തോന്നിയതുപോലെ എനിക്കും തോന്നി. മലയാളം പറയണത് അങ്ങോട്ട് മനസ്സിലാവണമെന്ന് തോന്നുന്നു മക്കൾക്ക്. അത് നമ്മൾ പയ്യെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ഇതൊന്നും ഇങ്ങനെ കണ്ട് പരീക്ഷയ്ക്കൊക്കെ പഠിക്കാൻ പറ്റും. നമ്മൾ വേണമെങ്കിൽ കുറച്ച് ഗ്രാമറും കൂടി ഇപ്പോൾ നോക്കാം. അത് പിന്നീട് നോക്കാം. അത് സമയമുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കുറച്ച് ഗ്രാമർ നോക്കും. ഓക്കെ, കുഴപ്പമില്ലെങ്കിൽ നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായില്ലേ? അഥവാ അദ്ദേഹം സംശയം തോന്നിയിട്ട് എന്നെ നോക്കി. അതിനുശേഷം പുള്ളിക്കാരൻ നോക്കിയത് അടുത്തുള്ള ആ വാതിലിലേക്കാണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ അവിടെ പോയിട്ട് ആരെ വിളിക്കുകയാണ്? സ്പിൽമാനെ വിളിക്കുകയാണ്. കം വിത്ത് മീ വിൽ യു. എന്താണ്? നീ എൻ്റെ കൂടെ വരിക.
വരിക വരില്ലേ? വിൽ യു? എൻ്റെ കൂടെ വരിക വരില്ലേ? വിൽ യു? വി വാണ്ട് into the next room. A piano should by the wall. The officer pointed to the instrument. Play something. എന്താണ് പറഞ്ഞത്? ഞങ്ങൾ അടുത്തുള്ള മുറിയിലേക്ക് പോയി. ഭിത്തിയോട് ചേർന്ന് ഭിത്തിയോട് ചേർന്ന് ഒരു പിയാനോ ഉണ്ടായിരുന്നു. ഒരു പിയാനോ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓഫീസർ ദ പോയിന്റ് ടു ദ ഇൻസ്ട്രുമെന്റ്. ഓഫീസർ അതിനെ ചൂണ്ടിക്കാണിച്ച് എന്നോട് പറഞ്ഞു, പ്ലേ സംതിങ്, എന്തെങ്കിലും വായിക്കൂ. പ്ലേ സംതിങ്, എന്തെങ്കിലും വായിച്ചോ. പിയാനോ കാണിച്ചു കൊടുത്തിട്ട് സ്പിൽമാനോട് പറയണം. അവിടെ ഒളിച്ച് നിന്നിരുന്ന സ്പിൽമാനാണ്, രക്ഷപ്പെടാൻ നിന്നിരുന്ന സ്പിൽമാനാണ്. ഈ ഒരു ഓഫീസർ ഈ ഒരു പിയാനോ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, നീ എന്തെങ്കിലും വായിച്ചോ. ഈ ഒരു ഓഫീസർ മാത്രമല്ല, പുറത്ത് വേറെ കുറേ ഓഫീസർമാരുണ്ട്. എന്നിട്ട് പുള്ളിയാരും പറയാട്ടോ, വായിക്കി എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പേജ് കഴിഞ്ഞു. ഒരു പേജ് കഴിഞ്ഞു നമ്മൾ. ഓക്കെ, അപ്പോൾ ആ ഒരു പേജിലെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് വാസ് ദ ഓഫീസർ ആറ്റിറ്റ്യൂഡ് ടു സ്പിൽമാൻ? എന്തായിരുന്നു? ഓഫീസർ വാസ് കൈൻഡ് ആൻഡ് കമ്പയർഡ് ടു വേർഡ്സ് സ്പിൽമാൻ. ഇനി വൈ ഡു യു തിങ്ക് ദ ഓഫീസർ ആസ്ക്ഡ് സ്പിൽമാൻ ടു പ്ലേ ദ പിയാനോ? The piano asked Spillman to play the piano. See if a real piano is possible to connect him to the music. അഥവാ പുള്ളിക്കാരൻ വിചാരിച്ച് ഇയാൾ വെറുതെ പറയാണ്, ഒന്നും കൂടി ഉറപ്പിക്കാൻ ഇയാളൊരു പിയാനിസ്റ്റ് ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാൻ പറഞ്ഞത്? പിയാനോ വായിക്കാൻ പറഞ്ഞത്. എന്നാൽ നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഐ ലുക്കിംഗ് angrily at him to move. ഞാൻ അവിടെ തന്നെ അനങ്ങാതെ നിന്ന് അദ്ദേഹത്തിനെ നോക്കി. He observably sensed my fear since the ad really. എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിന് എൻ്റെ പേടി മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അദ്ദേഹം എന്താണ് ഉറപ്പിച്ചു പറഞ്ഞത്? ഇറ്റ്സ് ഓൾ റൈറ്റ്, യു ക്യാൻ പ്ലേ. എന്താണ് ഉറപ്പിച്ചു പറഞ്ഞത്? പേടിക്കണ്ട, നീ വായിച്ചോളൂ. If anyone comes, you can hide in the ladder. And I say to my try the instrument out. എന്താണ് പറഞ്ഞത്? നീ പേടിക്കണ്ട, നീ വായിച്ചോളൂ. ആരെങ്കിലും വന്നാൽ നീ ആ സ്റ്റോർ റൂമിൽ ഒളിക്കുക. ആ സ്റ്റോർ റൂമിൽ നിന്ന് വന്നപ്പോഴാണ് പുള്ളിക്കാരനെ പിടിച്ചത്. ആ സ്റ്റോർ റൂമിൽ ഒഴിക്കാം. ഈ ഒരു ഉപകരണം ഇൻസ്ട്രുമെന്റ്, ഈ ഒരു ഉപകരണം വായിക്കാൻ നോക്കിയത് ഞാനാന്ന് പറഞ്ഞുകൊള്ളാം. ഞാൻ ട്രൈ ചെയ്തതാണ്. ആരെങ്കിലും വരികയാണെങ്കിൽ പുള്ളിക്കാരൻ പറയാം, നീ ആ സ്റ്റോർ റൂമിൻ്റെ പുറകെ പോയി വിളിച്ചോ, നീ വായിച്ചോ. ആരെങ്കിലും വരികയാണെങ്കിൽ നീ ആ സ്റ്റോർ റൂമിൻ്റെ പുറകെ പോയി വിളിക്കണം. ഞാൻ വായിക്കാൻ ട്രൈ ചെയ്തതാണ്, ഞാൻ പറഞ്ഞോളാം എന്ന് പറയുകയാണ്. നല്ല ഒരു പുള്ളിക്കാരനാണ്, നല്ലതാണ്. When I placed my fingers on keyboard, they shocked. ഞാൻ എൻ്റെ വിരലുകൾ ആ കീബോർഡിൽ പതിപ്പിക്കുമ്പോൾ എൻ്റെ വിരലുകൾ കീബോർഡിൽ പതിപ്പിക്കുമ്പോൾ
അവ വിറച്ചു. അഥവാ കുറേ നാളായി ഞാൻ എന്ത് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട്. ഐ ഹാഡ് പ്രാക്ടീസ്ഡ് ഫോർ 2.5 years. My fingers were stiff and covered with a layer of dirt. എന്താണ്? ഞാൻ 2.5 വർഷമായിട്ട് എന്ത് ചെയ്തിട്ടുള്ള ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കീബോർഡ്. അതുകൊണ്ട് തന്നെ എൻ്റെ കൈ വിരളിൽ എന്താണ് നിറച്ചും എന്താണ് ഡേർട്ട്. അതുകൊണ്ട് ഒരു തിക്ക് ലെയർ. അതുകൊണ്ട് എനിക്ക് എന്താ അഴുക്കിൻ്റെ ഒരു പാളി തന്നെ വിരലിൻ്റെ പുറത്ത് പൊരിഞ്ഞിരിക്കുകയാണ്. ഓക്കെ. ഐ ഹാഡ് നോട്ട് മൈ കട്ട് നെയിൽസ് സം വീക്സ്. എൻ്റെ നഖം ഞാൻ കുറച്ചാഴ്ചകളായിട്ട് വെട്ടിയിട്ടില്ല. അപ്പം എന്താണ് ഈ ഒരു ഇതിൽ പറഞ്ഞത്? ഈ ഒരു ഇതിലെന്താ പറഞ്ഞത്? ഞാൻ കീബോർഡ് വായിക്കാൻ പറഞ്ഞു. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നീ ഓഫീസർ പറയുകയാണ് നീ വായിച്ചോ. ആരെങ്കിലും വരികയാണെങ്കിൽ നീ പെട്ടെന്ന് ആ സ്റ്റോർ റൂമിൻ്റെ പുറകെ പോയി വിളിക്കണം. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ വായിക്കാൻ നോക്കിയതാണെന്ന് പറഞ്ഞോളാന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരൻ വായിക്കാൻ ശ്രമിക്കുമ്പോൾ വിരൽ എന്ത് ചെയ്തു? വിറയ്ക്കാൻ തുടങ്ങി. ഇങ്ങനെ വിറച്ച് ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. കാരണം എന്താ? പുള്ളിക്കാരൻ പ്രാക്ടീസ് ചെയ്തിട്ട് 2.5 വർഷമായി. എന്തായി? 2.5 വർഷമായി. മൈ ഫിംഗേഴ്സ് വെയർ കവേർഡ് വിത്ത് എ ലെയർ ഓഫ് ഡേർട്ട്. ഈ ഒരു പോയിന്റ് ഒന്ന് ചെയ്യാം. മൈ ഫിംഗേഴ്സ് വെയർ സ്റ്റഫ്ഡ് വിത്ത് എ കവർ വിത്ത് എ ഡേർട്ട് ആൻഡ് ലൈറ്റ് കട്ട് മൈ സം വീക്സ്. ഇതൊന്ന് പഠിച്ചു വച്ചിരിക്കണം. എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചേക്ക്. ഓക്കെ, ഒന്ന് നോക്കി വെച്ചേക്കണം. ഓക്കെ, അടുത്ത് ഐ പ്ലേഡ് ചോപ്പിംഗ് നോവൽ. ഓക്കെ, അതൊരു ഇതിൻ്റെ പേരാണ്. ഓക്കെ, എന്താ? ഷീ ഷേപ്പ്ഡ് മിറർ. അപ്പോൾ ഞാൻ മൈനർ ചോപ്പറിൻ്റെ എന്താണ് നോക്കർ ഓക്കെ എന്ന് പറഞ്ഞൊരു ഇത് വായിക്കുകയാണ്. ഐ ഫിനിഷ്ഡ് ദ സൈലൻസ് സ്ട്രീംഡ് ക്രോംസ് ആൻഡ് റേസ് ഈ ഷഡോ ഔട്ട്സൈഡ് എ ബിൽഡിംഗ് ഹാർഷ് ലൗഡ് ജർമ്മൻ വോയിസ്. എന്താണ്? ഞാൻ വായിച്ചു നിർത്തിയപ്പോഴേക്കും ഒരു നിശബ്ദത ദുഃഖവും ഭയാനകവും ആയി മാറി. താഴെ കെട്ടിടത്തിൻ്റെ താഴെ പുറത്ത് ഒരു വെടിയൊച്ച ഞാൻ കേട്ടു. അപ്പോൾ നമ്മളിങ്ങനെ വായിച്ചൊക്കെ കഴിഞ്ഞ് ഒരു സൈലൻ്റായി. വായിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്തായി? സൈലൻ്റായി. വായിച്ചു കഴിഞ്ഞപ്പോൾ സൈലൻ്റായി. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചാട്ടാ. കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഓക്കെ, നമ്മളിങ്ങനെ ക്ലാസ് എടുക്കല്ലേ. അപ്പോൾ ഇങ്ങനെ സൈലൻ്റായി. അപ്പോൾ ഞാൻ ഒന്ന് നോക്കിയപ്പോൾ എന്താണ്? ഒരു വെടിയൊച്ച ഞാൻ കേട്ടു. എന്നിട്ട് ഒച്ചത്തിന് ഒരു ജർമ്മൻകാരൻ ഒച്ചയ്ക്ക് നിലവിളിക്കുന്നു. നീ വാടാന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് എന്നൊക്കെ പറയില്ലേ? ഇപ്പോൾ താഴെ പോയേനെ. ഇപ്പം എല്ലാം കൂടി താഴെ പോയേനെ. ഓക്കെ, എന്താണ്? വാടാന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചെടുക്കുകയാണ് വലിയ ഒച്ചയ്ക്ക്. അപ്പോൾ ദ ഓഫീസർ ലുക്ക്ഡ് അറ്റ് മൈ സൈലൻറ്റ്. എന്താണ് പറഞ്ഞത്? ഓഫീസർ നിശബ്ദമായി എന്നെ നോക്കി. ഇയാൾ പറഞ്ഞിട്ടാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഓഫീസർ എന്നെ നോക്കുകയാണ്. ആഫ്റ്റർ he signed a bird all some you stay here. എന്താണ്? അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നിട്ട് നീ നമ്മുടെ ചെവിയിൽ വന്നിങ്ങനെ പറയില്ലേ, സ്വകാര്യം പോലെ പറയാൻ, നീ ഇവിടെ താമസിക്കരുത്. should not stay here. You should not അറിയാലോ.
You should not. Okay. I take to the out of the city to village. You are be safe here. അപ്പോൾ പുള്ളിക്കാരൻ പറയാണ്, നീ ഇവിടെ നിന്ന് താമസിക്കരുത്, ഞാൻ നിന്റെ നഗരത്തിൻ്റെ പുറത്തൊരു ഗ്രാമമുണ്ട്, അവിടെ കൊണ്ടുപോയി വിടാം, നീ അവിടെ സുരക്ഷിതമായിരിക്കും. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം ഓക്കെ ആണോ? ഇനി അങ്ങോട്ട് കുറച്ചുള്ളൂ, നമ്മൾ കുറച്ചുള്ളൂ കണ്ടോ. ഇനി ഒരു 2-3 സെൻറ്റൻസ് കൂടി കഴിഞ്ഞാൽ, അഥവാ ഈ ഒരു പേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നു തീർന്നു. ഓക്കെ ആണോ? സെറ്റ് എന്നതേ അടുത്ത് നോക്കിക്കോ. I should more add. I cannot leave this space, I said family. അപ്പോൾ ഞാൻ തലകുലുക്കി പറഞ്ഞു, എനിക്ക് ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകാനൊന്നും കഴിയില്ല. ഞാനിവിടുന്ന് വരണ പ്രശ്നമല്ല, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. Only now did not seem understand my real reason for hiding among the rats. അപ്പോഴാണ് പുള്ളിക്ക് ഞാനിവിടെ ഒളിച്ചിരിക്കണതിൻ്റെ ശരിക്കുള്ള റീസൺ, അണ്ടർസ്റ്റാൻഡ് മൈ റിയൽ റീസൺ, എന്തിനാണ് ഞാനിവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് ആർക്ക് മനസ്സിലായി? നമ്മുടെ ജർമ്മൻ ഓഫീസറിന് മനസ്സിലായി. ഓക്കെയാണോ? ഇവിടം വരെ ഓക്കെയാണ്. നമ്മൾ ഈ പഠിപ്പിച്ച കാര്യം ഇവിടെ വരെ ഓക്കെ ആണെങ്കിൽ ഓക്കെ സാർന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത്. എല്ലാവരും ഒന്ന് ഓക്കെ സാർന്ന് കമൻറ്റ് ചെയ്ത്. ഓക്കെ സാർ, ഓക്കെയാണ് സാർ, ഓക്കെയാണ് സാർ, ഓക്കെ സാർന്ന് കമൻറ്റ് ചെയ്ത്. ഓക്കെ സാർ അങ്ങനെ കമൻറ്റ് ഇടേ. ഇവിടെ ഒരു നമസ്തേ പോലത്തൊരു ചിഹ്നം ഇങ്ങനെ, എനിക്കറിയില്ല, വരയ്ക്കാനറിയില്ല. ഓക്കെ ആണോ? സെറ്റല്ലേ? സെറ്റ്. ഫാമിലി എന്താണ് സാർ? ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഉറപ്പിച്ച്. ഓക്കെ, ഫാമിലി മീൻസ് ഉറപ്പിച്ച്. ഞാൻ പറഞ്ഞതാണ്, ഫാമിലി മീൻസ് ഉറപ്പിച്ചെന്നാണ് കേട്ടോ അർത്ഥം. ഓക്കെ, ഫാമിലി മീൻസ് ഉറപ്പിച്ച്. ഓക്കെ ആണോ? സെറ്റല്ലേ? പിന്നെ വല്ല അതിൻ്റെ അറിയണോ? ഇല്ല. എന്നാലും നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അപ്പോൾ ഇനി നമ്മുടെ ജർമ്മൻകാരൻ ചോദിക്കുകയാണ്, യു ആർ എ ജൂയിഷ്? ഹി ആസ്ക്ഡ്. നീ ഒരു ജൂതനാണോ? അദ്ദേഹം ചോദിച്ചോ. അപ്പോൾ പുള്ളിക്കാരൻ ചോദിക്കുകയാണ്, നീ ഒരു ജൂയിഷാണോ? നീ ഒരു ജൂതനാണോ? അപ്പോൾ ഞാൻ പറയാണ്, അതെ, ഞാനൊരു ജൂയിഷാണ്. അപ്പോൾ യെസ് വിൽ ഹി വാസ് മർമേഡ്. ഇൻ ദ കേസ് I see you really cannot leave there. There are you are I. ഈ ഒരു കേസിൽ നീ ഇവിടെ നിന്ന് പോയിട്ട് കാര്യമില്ല. ഈ ഒരു കേസിൽ നിനക്ക് ഇവിടെ നിന്ന് പോകാനും പറ്റില്ല, നീ ഇവിടെ നിന്ന് പോയിട്ടും കാര്യമില്ല. കാരണം ഈ ജർമ്മനി ജൂയിഷിനെ വരാൻ വേണ്ടിയാണ് ഈ വാർസോയിലേക്ക് വന്നത്. ഞാൻ ഒരു ഇതിലേക്ക് കാണിച്ചുതരാം. ഒരു മിനിറ്റ്. നരൻ, ഓഹോ ഞാനൊരു നരൻ, നരൻ, ഓ നരൻ, ഞാനൊരു നരൻ. ഞാൻ നന്നായിട്ട് പാട്ടൊക്കെ പാടും. നിങ്ങൾ വിചാരിക്കണ ആളൊന്നുമല്ല ഞാൻ നന്നായിട്ട് പാട്ടൊക്കെ പാടി കാണാൻ ആളാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ജർമ്മനി. ഓക്കെ, ഇതാണ് നമ്മുടെ ജർമ്മനി.
ഓക്കെയാണ്? ഓക്കെ അല്ലേ? ജർമ്മനി ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ വാർസോ. ഇതാണ് ആ വില്ലേജ്. ഈ ജർമ്മനിയിലുള്ളവരെ എന്ത് ചെയ്തു? വാർസോയിലേക്ക് കയറി അവിടുത്തെ ജൂയിഷിനെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ജൂയിഷുകാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വില്ലേജിൽ പോവാണ്. ഇവരിപ്പോൾ ഈ വില്ലേജിലേക്ക് വന്നെന്ന് വിചാരിച്ചു. ഒന്നെങ്കിൽ ഈ ജർമ്മനി കൂടെ വില്ലേജിലേക്ക് വരാം, അല്ലെങ്കിൽ ഇതിൽ കൂടെ ഇങ്ങനെ കറങ്ങി വരാം. എങ്ങനെ വേണമെങ്കിലും വന്നോട്ടെ. ഓക്കെ, ഇങ്ങനെ വന്നെന്ന് വിചാരിക്കും. ഈ ജർമ്മൻകാരെ ഇവിടെ ഒരു ജൂ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വില്ലേജിന് കുഴപ്പമില്ലേ? ഈ വില്ലേജിന് പ്രശ്നമല്ലേ? അതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ ഒരു വില്ലേജിന് ഒരാപത്തല്ലേ? അപ്പോൾ അവിടെയുള്ള ആൾക്കാരോ എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ജർമ്മനി ഇത്രേ ഉള്ളൂ വരാൻ. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെന്ത് ചെയ്യും? ജർമ്മനിക്കാർ തന്നെ ഒന്നുമില്ല, ഈ വില്ലേജുകാരെ ഇത് ചൂവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ വെട്ടി വെച്ച് കൊല്ലും. വെടിയല്ലാതെ കുത്തിക്കൊല്ലും, അല്ലെങ്കിൽ ഇടിച്ചു കൊല്ലും. കാരണം എന്താ? അയാളൊരു ജൂയിഷ് ആയതുകൊണ്ട്. കാരണം എന്താ? അയാളൊരു ജൂയിഷ് ആയതുകൊണ്ട്. അഥവാ ആ വില്ലേജിന് പ്രശ്നമാണ്. ഒരു ജൂ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വില്ലേജിന് ഫുള്ളോടെ അവർ കത്തിച്ച് കളയും ജർമ്മനിക്കാർ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോജിക്ക് മനസ്സിലാവും. അപ്പോൾ നീ ഇവിടുന്ന് പോയിട്ടും കാര്യമില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ നീ എവിടെയാണ് ഒളിച്ചിരുന്നത്? അപ്പോൾ പറയണേ, ഇൻ ദ ആറ്റിക്, മച്ചിൻ പുറത്ത് അഥവാ തട്ടിൻ പുറത്ത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് തട്ടിൻപുറത്ത്. ഓക്കെ, ഇതാണൊരു തട്ടിൻപുറം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെക്കും. ഇതേപോലെ ഇങ്ങനെ മേൽക്കൂര ഇങ്ങനെ കണ്ടോ? ഇങ്ങനെ മേൽക്കൂര. ഇവിടെ ഈ സാധനങ്ങൾക്ക് അടുക്കി വെക്കാനാണ് ശരിക്കും എന്ത് ചെയ്യണത്? ഈ ആറ്റിക്കൊക്കെ പണിയണത്. ഓക്കെ, ഇതേ ഇതാണ് നമ്മുടെ ഐറ്റം. ഓക്കെ, സെറ്റാണെങ്കിൽ അടുത്തേക്ക് പോവാണ്. ഈ ഹിൻസ് ബാറ്റ് ദ attic discovery if the noticed a loft made boards directly above the entrance into the attic. അപ്പോൾ അദ്ദേഹം മച്ചിൻപുറമൊക്കെ ഒന്ന് അന്വേഷിച്ചു, അഥവാ തട്ടിൻപുറമൊക്കെ ഒന്ന് പരിശോധിച്ചു. അന്ന് ഞാനിതുവരെ ശ്രദ്ധിക്കാത്തൊരു കാര്യം ആര് കണ്ടുപിടിച്ചു? നമ്മുടെ ഓഫീസർ കണ്ടുപിടിച്ചു. അഥവാ സ്പിൽമാൻ കണ്ടുപിടിക്കാത്തൊരു കാര്യം നമ്മുടെ ആര് കണ്ടുപിടിച്ചു? ഓഫീസർ കണ്ടുപിടിച്ചു. അഥവാ തട്ടിൻപുറത്തേക്കുള്ള പ്രവേശന കവാടത്തെ, അഥവാ കയറുന്ന ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ എന്തുണ്ട്? ബോർഡുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു സ്റ്റോർ റൂമുണ്ട്, ഒരു ലോഫ്റ്റ് ഉണ്ട്. അഥവാ ഇതാണ് തമ്മിലുള്ള വ്യത്യാസം, ആറ്റിക്കും ലോഫ്റ്റും. കാരണം ഈ ആറ്റിക്കിലെ എന്തല്ല, ഈ ഒരു മേൽക്കൂര പോലെ ഇവിടെ ഇങ്ങനെ ഇടാനേ പറ്റുള്ളൂ. പക്ഷെ ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കണ്ട, ഇവിടെ ഒരു ബെഡ്റൂം തന്നെ സെറ്റ് ചെയ്യാം. ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബെഡ്റൂം തന്നെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ആ ടൈപ്പാണ് നമ്മുടെ ലോഫ്റ്റ്. പൂവിൽ വാഴും ദേവിയല്ലോ നീ താമരപ്പൂവിൽ വാഴും. ഓക്കെ, അപ്പോൾ ഒരു ലോഫ്റ്റാണ്, അഥവാ ഒരു സെമി മുറിയാണ്, അഥവാ സെമി റൂം പോലെയാണ്. അതായത് ഇങ്ങനെ കണ്ട, ഇതാണെങ്കിൽ ഇങ്ങനെ ഉള്ളത്. ഓക്കെ, ഒരു സെമി റൂം പോലെയാണ്. ദ ഓഫീസർ സേഡ് ഐ ഷുഡ് ബി ഹൈഡ് ദിസ് ലോഫ്റ്റ്. അപ്പോൾ ഹി ഹാസ് ബി ഹൈഡ് ഇനി ഈറ്റ്. അപ്പോൾ പുള്ളിക്കാരൻ പറയാണ്, നീ ഇനി മുതൽ ഈ റൂമിൽ കിടന്നാൽ മതി, ഈ റൂമിൽ
ഹൈഡ് ചെയ്താൽ മതി. അപ്പം അവൻ ചോദിക്കുകയാണ്, പുള്ളിക്കാരൻ ചോദിക്കുകയാണ്, നിൻ്റെ കയ്യിൽ എന്തെങ്കിലും തിന്നാനുണ്ടോ, കഴിക്കാൻ വല്ലതും ഉണ്ടോ? അപ്പോൾ എന്തായിട്ടും നമ്മുടെ കയ്യിലൊന്നും ഇല്ല എന്ന് പറയുന്നു. നോ, ഐ സൈഡ് ഇല്ല, എൻ്റെ കയ്യിലില്ല. ഓക്കെ, നെവർ മൈൻഡ്, നെവർ മൈൻഡ് ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കണം, ആവശ്യം വരും. നെവർ മൈൻഡ്, ഹി ഹാഡ്ലി സെറ്റ് ഐ ബ്രിങ് യുവർ സം ഫുഡ്. ഓക്കെ, അത് സാരമില്ല, ഞാൻ കുറച്ച് ഫുഡ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം. ഓൺലി നൗ ദ ഫ്രിഡ്ജ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇനി ഫോർ ഓൺ മൈ ഓൺ ആർ യു ജർമ്മൻ. അപ്പം ഞാൻ പെട്ടെന്ന് ചേട്ടനോട് ചോദിക്കും, നീ ഒരു ജർമ്മനാണ്? നീന്നല്ല, താങ്കളൊരു ജർമ്മനാണ്. അപ്പോൾ പുള്ളിക്കാരൻ കുറച്ച് ഉച്ചത്തിൽ, ഐ ഓൾസോ റിഗ്രേറ്റ് ഹാസ് മൈ ദ ഇൻസുലൂസ് ആസ് ആയ. പുള്ളിക്കാരൻ വളരെ ഉച്ചത്തിൽ ദേഷ്യം പിടിച്ചിട്ടും പറയാണ്, യെസ് I am the asmith of the eat. Everything that be happened is when he took the my hands off my left. എന്താണ് പറഞ്ഞത്? അതെ, ഞാനാണ്. അതിനെനിക്ക് ലജ്ജ തോന്നുന്നു, എനിക്കതിനൊരു അഭിമാനമില്ല. എനിക്കതൊന്നും അഥവാ ഞാൻ ജർമ്മനാന്ന് പറയാൻ എനിക്കൊരു അഭിമാനമില്ല. അപമാനം എന്നൊക്കെ പറയണേ, അഭിമാനമില്ല. കാരണം എന്താണ്, ചുറ്റും സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ച് കുലുക്കിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് നമുക്ക് പഠിക്കാനില്ല, അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഇപ്പോൾ പഠിച്ചില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിങ്ങിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ വാസ് ദ സ്പിൽമാൻ ഓഫ് ടു ബി ദ പിയാനോ? ഹൗ ഡസ് ദ ഓഫീസർ ഹെൽപ്പ് സ്പിൽമാൻ? ഇറ്റ് വാസ് ദ ഷെയിംഡ് ഓഫ്. ഓക്കെ, സ്പിൽമാൻ വാസ് asked to play because the scared and the long time of his dirty fingers and the officer helped Spillman the giving some food and allowed him to hide loftil ഒളിക്കാൻ വേണ്ടി പറഞ്ഞു. The officer was assigned to the bring because the turban and English happened during war. അഥവാ തീർന്നവരെ നിങ്ങൾ എന്താണ്, ജർമ്മൻസ് ഇവിടെ ഉണ്ടാവും, അതുകൊണ്ട് നീ ഇവിടെ തന്നെ ഇരിക്കണം, ഞാനൊരു ജർമ്മനാണെന്ന് പറയുന്നത് എനിക്കൊരു അഭിമാനമില്ല, ഈ വാറൊക്കെ കാരണമാണ് പുള്ളിക്കാരൻ പറയണത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ ഇത്രയാണ് പഠിക്കാനുള്ളത്. സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ഉണ്ടാവും, പേടിക്കേണ്ട. നമ്മൾ സ്ലൈഡൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിക്കുന്നത് ഒന്നുകൂടി ഒന്ന് പറയാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങി തട്ടിമ്പുറം എന്നൊക്കെ പറഞ്ഞു, പിന്നെ നമ്മൾ ഈ ഒരു സ്ട്രീമിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്നിട്ട് ഇത് പറഞ്ഞു, അഥവാ ഓദറിനെ കുറിച്ച്. ഓദർ ജീവിച്ചിരുന്ന 1911 തൊട്ട് 2000 വരെയാണ് പുള്ളിക്കാരൻ ജീവിച്ചിരുന്നത്. 1946 പിയാനിസ്റ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഇറങ്ങി പുള്ളിക്കാരൻ്റെ ബയോഗ്രഫി വെച്ച്. അതിനുശേഷം 2002 അതൊരു സിനിമയൊക്കെ അപ്ഡേറ്റ് ചെയ്തു. പിന്നെ വാർസോയിലാണ് ഈ കഥ നടക്കുന്നത്, പോളണ്ടിൽ. അവിടെ വെച്ച് 1944 അവിടുത്തെ സിറ്റീസൊക്കെ ഡിസ്ട്രോയ് ആയിക്കൊണ്ടിരുന്ന സമയത്ത് ആൾക്കാർ ജൂയിഷിനെ കൊല്ലാൻ വേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ വാഡിസ്മാൻ സ്പിൽമാൻ ഒരു ജൂയിഷ് പിയാനിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവരെ എവിടെ ഒളിച്ചിരുന്നു? ഇൻ ദ ആറ്റിക്കിൽ ഒളിച്ചിരുന്നു. അതിൻ്റെ സ്റ്റോറിയാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ആ ഒരു ജർമ്മൻ ഓഫീസർ പുള്ളിക്കാരനെ രക്ഷിച്ച കഥയാണ് നമ്മളിപ്പോൾ പറഞ്ഞു തീർന്നത്. അങ്ങനെ പറയാണ് ഞാൻ. പെട്ടെന്നൊരു ദിവസം നമ്മുടെ ലാഡർ ഡോർ അഥവാ ആ ഒരു സ്റ്റോർ റൂമിൽ പോയി വന്ന ശേഷം ആ ഒരു ഇതിലിരുന്ന് വിക്കി പറഞ്ഞ നേരത്ത് എന്ത് ചെയ്യാണ്, എന്നെ ഒരാൾ കണ്ടു, അയാളെന്നെ കൊല്ലുമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ ഇനി ഇവിടെ നിന്ന് അനങ്ങാൻ പോകുന്നില്ല. അപ്പോൾ അവർ പറയാണ്, എനിക്ക് നിന്നെ ഒന്നും ചെയ്യാനില്ല, എനിക്ക് നിന്നെ ഒന്നും ചെയ്യാനുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു, നീ ഇവിടെ എന്ത് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ആം എ പിയാനിസ്റ്റ്, ഞാനൊരു പിയാനിസ്റ്റാണ്. അപ്പോൾ
പുള്ളിക്കാരൻ അടുത്തുള്ള ഒരു റൂമിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. കം വിത്ത് മീ വിൽ യു പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ഐ വാണ്ട് ടു ദ റൂം പിയാനോ ഷുഡ്. അവിടെ ഒരു വാളിൻ്റെ അടുത്ത് അഥവാ ഭിത്തിയുടെ അടുത്തൊരു പിയാനോ ഉണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും വായിച്ചോ, അതിലിരുന്നിട്ട് നീ എന്തെങ്കിലും വായിച്ചോ എന്ന് പറയുകയാണ്. അതിനുശേഷം നമ്മളൊരു 2 ക്വസ്റ്റ്യൻസ് പറഞ്ഞു, എൻ്റെ ആൻസറും പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ PDF ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി കിട്ടും. പെട്ടെന്ന് കമ്മ്യൂണിറ്റി പോയി ജോയിൻ ചെയ്യുക, താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എല്ലായിടത്തും നോക്കി. അപ്പോൾ പുള്ളിക്കാരന് മനസ്സിലായി എനിക്കെന്തോ പേടിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നീ വായിച്ചോ, ആരെങ്കിലും വരികയാണെങ്കിൽ നീ ആ ഒരു സ്റ്റോർ റൂമിൻ്റെ പുറകെ വരും, അഥവാ ആ സ്റ്റോർ റൂമിൻ്റെ പുറകെ പോയി വിളിച്ചാൽ മതി. ഇനി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ വായിച്ചതാണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ കേട്ടോ. ഓക്കെ, അതിന് ശേഷം പറഞ്ഞു, എൻ്റെ കീബോർഡ് എവിടെ വെച്ചു? ഞാൻ എൻ്റെ കയ്യിൽ വെച്ചു. അങ്ങനെ ഞാൻ 2.5 വർഷമായിട്ട് ഞാൻ കീബോർഡിൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് മൈ ഫിംഗേഴ്സ് വെയർ കവേർഡ് വിത്ത് തിക്ക് ലെയർ ഓഫ് ഡേർട്ട് ആൻഡ് നോട്ട് കട്ട് മൈ നെയിൽസ് ആൻഡ് സം വീക്സ്. ഐ പ്ലേഡ് ചോപ്പിംഗ് നോവൽ C-shaped mirror and finished silent steamed combs and I shot outside building a harsh love. അപ്പോൾ എന്താണ്, ഞാൻ ഇത്ര നാൾ നഖം വെട്ടിയിട്ടില്ല, കുളിച്ചിട്ടില്ല, എൻ്റെ കയ്യിൽ ഫുള്ള് അഴുക്കായി. അപ്പോൾ എന്തെങ്കിലും ഞാൻ വായിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും വളരെ സൈലൻറ്റ്. അപ്പോൾ ഒരു വീഡിയോ ചട്ടി ഒരു സൈലൻറ്റിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടോ, ഞാൻ ഇങ്ങനെ ഡിൻ ഡിൻ ഡി ഡിൻ ഡിൻ ഡി ഡിൻ ഡി ഡിൻ ഇങ്ങനെയല്ലേ പിയാനോ വായിക്കണേ. ഓക്കെ, അത് വായിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നേരം സൈലൻ്റ്. പെട്ടെന്നൊരു വെടിവെച്ച ഇതേപോലെ. അഥവാ നമ്മളിങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്, ഇങ്ങനെ പെട്ടെന്നൊരു വെടിവെച്ച. എങ്ങനെയാണോ വെടിവെച്ച? ഇത് മറ്റേ പടക്കം പൊട്ടിക്കും വെട്ടു എന്ന് പറഞ്ഞു പോകണമല്ലേ. അപ്പോൾ എന്നിട്ട് ഒരു ജർമ്മൻകാരൻ ഇങ്ങനെ വെടിച്ചിട്ട് അവനെ അടിക്കടാ, ഇടിക്കടാ, വെടിവെക്കടാ, കൊല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പുള്ളിക്കാരൻ അങ്ങനെ നമ്മുടെ ഓഫീസർ പുറത്തേക്ക് നോക്കി. അതിനുശേഷം പറഞ്ഞു, നീ ഇനി ഇവിടെ നിൽക്കുന്നത് സേഫല്ല, നിന്നെ ഞാൻ സിറ്റിയുടെ പുറത്തുള്ള ഒരു വില്ലേജിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. നീ അവിടെ സേഫായിരിക്കും എന്ന് പറഞ്ഞു. നേരത്തെ പടം വരച്ച് കാണിച്ചു, അത് ഞാൻ പോയി, അത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റില്ല. കാരണം എന്താണ്? അപ്പോൾ പുള്ളിക്കാരന് ഞാൻ അങ്ങനെ ഉറപ്പിച്ച് പറയണതുകൊണ്ട് പുള്ളിക്കാരന് കറക്റ്റായിട്ടുള്ളൊരു റീസൺ ഞാൻ എന്തുകൊണ്ട് ഇവിടെ നിൽക്കണമെന്ന് മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, യു ആർ എ ജൂയിഷ്, നീ ഒരു ജൂതനാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, യെസ് ഐ ആം എ ജൂയിഷ്. അപ്പോൾ എസ് വെൽ ദ മർമേഡ് എന്ന് പറഞ്ഞാൽ മർമേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറുപിറുക്കുക. എന്താണ് പിറുപിറുക്കുക? അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിറുപിറുക്കുക. ഓക്കെ, പിറുപിറുക്കുക. അപ്പോൾ ഈ ഒരു കേസിൽ നീ എവിടെ പോയാലും നിനക്കൊരിതായിരുന്നു, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോവാത്തതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കുകയാണ്, നീ എവിടെയാണ് ഒളിക്കുന്നത്? ഇൻ ദ ആറ്റിക്, തട്ടിമ്പുറത്ത്. അപ്പോൾ പുള്ളിക്കാരൻ ഒന്നുകൂടി അതൊരു തട്ടിമ്പുറം ഇങ്ങനെ എന്നെ വീക്ഷിച്ചു. അപ്പം ഞാൻ കാണാത്തത് പുള്ളിക്കാരൻ എന്തോ കണ്ടു. ഹി നോട്ടീസ്ഡ് എ ലോഫ്റ്റ്. ഒരു ലോഫ്റ്റ് പുള്ളിക്കാരൻ കണ്ടു. ലോഫ്റ്റ് കണ്ടിട്ട്, ലോഫ്റ്റ് എന്താ? ലോഫ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മീനിങ് സെക്ഷനുണ്ട്, ഗ്ലോസറിയൊക്കെ ചേർന്നിട്ടുള്ള, അതിൻ്റെ അകത്തുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അത് നോക്കിയാൽ മതി. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നീ ഇനി മുതൽ ഈ ലോഫ്റ്റിൽ ജീവിച്ചാൽ മതി. എന്നിട്ട് ചോദിച്ചു, നീ വല്ലതും തിന്നായിരുന്നു? നീ എന്തെങ്കിലും കഴിക്കാനുണ്ടോ ഇനി നിൻ്റെ കയ്യിൽ? അപ്പോൾ പറഞ്ഞു, എൻ്റെ കയ്യിലൊന്നുമില്ല. നോ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, വെൽ നെവർ മൈൻഡ്. അതൊന്ന് നോക്കിയാൽ ശരിയാണേ.
ഈ സൈഡ് ഐ ബ്രിങ് സം ഫുഡ്. ഞാൻ കുറച്ച് ഫുഡ് തരാം, ഈ പേടിക്കണ്ട. ഓൺലി നോസ് ദ ക്വസ്റ്റ്യൻ. ഞാൻ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ആർ യു ജർമ്മൻ? നിങ്ങളൊരു ജർമ്മൻകാരനാണോ? അപ്പോൾ പുള്ളിക്കാരൊരു ദേഷ്യത്തോടെ പറയാണ്, ഞാൻ ജർമ്മൻകാരനാണ്, പക്ഷെ ഞാൻ അതിൽ അപമാനിക്കുന്നില്ല. ഓക്കെ, അപമാനിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അഭിമാനിക്കുന്നില്ല. ഓക്കെ, അത് തെറ്റിപ്പോകുന്നു. നമ്മൾ പിന്നെ ഇംഗ്ലീഷാണല്ലോ, മലയാളം കൂടുതൽ പറയാത്തതുകൊണ്ട് എന്ത് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞു. അതോടുകൂടെ നമ്മുടെ അത് തീർന്നു. പിന്നെ നമ്മൾ ഒരു 3 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അതിൻ്റെ ആൻസറൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, PDF ആയിട്ട് ഇതേപോലെ വരച്ചതും വരയ്ക്കാതെയും കിട്ടും. അത് നിങ്ങൾ ജോയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താലാണ് നിങ്ങൾക്ക് PDF ഒക്കെ കിട്ടുള്ളൂ. അതിൽ 10ൽ തന്നെ ഉള്ളത് ജോയിൻ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ ഗോൾഡൻ ബാച്ച് പൊളിയാണ്, സെറ്റാണ്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സല്ലേ, എങ്ങനെയുണ്ടായിരുന്നുടാ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സല്ലേ? ഒരു ഗുഡ് നൈറ്റും കൂടെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സല്ലേ, എങ്ങനെയുണ്ടായിരുന്നു? ഒരു 5 സ്റ്റാറിൽ എത്ര തരും? ഔട്ട് ഓഫ് 5 നിങ്ങൾ എത്ര തരും? ഔട്ട് ഓഫ് 5 നിങ്ങൾ എത്ര തരും? ഓക്കെ, 4 ഔട്ട് ഓഫ് 5, 3 ഔട്ട് ഓഫ് 5 ഉണ്ട്, 2 ഔട്ട് ഓഫ് 5 ഉണ്ട്. ഓക്കെ, 5 ഔട്ട് ഓഫ് 5 ഉണ്ട്. ഓക്കെ, ഓക്കെ ആണല്ലേ. മറ്റു സാറിനെ പോലെ അധികം ഇതായിട്ട് നമ്മൾ ഇത് എടുത്തില്ല എന്നാണ്. ഓക്കെ, എന്തായാലും നമ്മൾ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവണ പോലെ എടുത്തിട്ടുണ്ട്. പിന്നെയും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും പറഞ്ഞാൽ മതി. ഓക്കെ, എനിക്ക് ഹൈ ആയിട്ട് വന്നത് 4 അല്ല 5 വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് വന്നത് ഫസ്റ്റ് വന്നത് 4 ആയിരുന്നു. ഓക്കെ, 5 ഔട്ട് ഓഫ് 5 വന്നിട്ടുണ്ട്. അതൊന്നും സാരില്ല. ഇനി നമ്മൾ കുറേ ക്ലാസ്സുകളിൽ കാണാനുള്ളത് കൊണ്ട് തന്നെ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഡിസൈനിങ് ഓഫ് ഫ്രം റീബുക്ക് എഡ്യൂക്കേഷൻ SSLC നിങ്ങളുടെ പരീക്ഷ പൊളിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ പരീക്ഷ 17-ാം തീയതിയാണ്. നമ്മൾ പൊളിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇത് നിങ്ങൾ റിവിഷനായിട്ട് കരുതിയാൽ മതി കേട്ടോ. ഓക്കെ, റിവിഷൻ പോലെ ആണെങ്കിൽ ഇത് റിവിഷനായിട്ട് കരുതിയാൽ മതി. ഇപ്പോൾ പലരും റിവിഷനായിട്ടൊക്കെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവസാനത്തെ ലൈവിൽ, ഒരു 5ാമത്തെ ലൈവിൽ ഇതിൻ്റെ സമ്മറി, ഓക്കെ, ഷോർട്ടാക്കി സമ്മറി ഒരു വീഡിയോയിൽ, ഇതിൻ്റെ സമ്മറി ആണെങ്കിൽ നമുക്കൊരു റെക്കോർഡഡ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഇതിൻ്റെ സമ്മറി നമ്മൾ ഇതിൻ്റെ ഒരു റെക്കോർഡഡ് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ഓണപ്പരീക്ഷ സ്പെഷ്യലായിട്ട് ഇടാം. ഓക്കെ, അത് നമ്മൾ മാക്സിമം ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ടൊക്കെ ഇടാം. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് നാളെ അവധിയാണ്. നാളെ കർക്കിടകമാണ്, 12-ാം തീയതി അവധിയാണ്. ഓക്കെ, പ്രശ്നമില്ല. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് ടൈം ടേബിളിൻ്റെ ഒരു ലൈവ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ പരീക്ഷ ഒന്നും മാറ്റി വെച്ചാൽ എന്തായാലും മാറ്റി വെക്കുകയില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ 1 മണിക്കൂർ പോലും എടുത്തിട്ടില്ല. നമ്മൾ 8 മണിക്ക് ഇറങ്ങിയതേ 9 മണിക്ക് തീർക്കുകയാണ്. 9 മണി ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ 9 മണി ആയില്ലല്ലോ. കുറച്ച് ഒരു 2 മിനിറ്റും കൂടി ഉണ്ട് 9 മണിക്ക്, 2 മിനിറ്റും കൂടി ഉള്ളു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ലെറ്റ്സ് ബൈ, സീ യു.